ഹലോ ഗായ്സ്, മിസ്റ്റർ സെറ്റ് ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല ഗ്രാനി വേണ്ട ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ട് ഗൈസ്. കുറേ 3-4 പരീക്ഷ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. സാറല്ല ഗൈസ്, ലീവ് ആയില്ലേ, അപ്പോൾ നമുക്ക് ഇനി കളിക്കാം. അപ്പം നമ്മൾ ഇന്ന് എന്തായാലും ഒരു ഷിയർ സ്കേപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രാനിനെ കമ്പേ കുത്തി പോയിരിക്കും ഗൈസ്. ഇതാണ് ആവശ്യം. നമ്മൾ ഒരു വട്ടം കളിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാനി, അത് 8 കലേ പൊട്ടി. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഫുള്ള് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിച്ച് ഞാൻ എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിൽ പോയി നോക്കാം, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കാർക്കി കിട്ടി, കാർക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ തള്ള തള്ള നോക്കിപ്പോൾ നേരെ ഇതുവഴി ഓടാം കഴിച്ച്, അതാ ഭേദം. അതേ ഓടി തള്ളാം കഴിച്ച്. യൂതിയിലേ ഞാൻ പോണേ ഗൈസ്. തള്ള പിന്നാലെയുണ്ട് ഗൈസ്, തള്ള പിന്നാലുണ്ട് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഇനി ഐറ്റം. അതെ ഗൈസ്, റിമോട്ട് ആ മറ്റേ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള റൂമിൻ്റെ റിമോട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതുവഴി പോയി നോക്കാം. ഇപ്പം എന്തായാലും തള്ള ഇവിടെ എത്തും. നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാൻ പോണ ഷിയർ സ്കേപ്പാണ് ഗൈസ്. ആ തള്ള ഇപ്പം എന്തായാലും ഇവിടെ അതെ എത്തി. നമുക്ക് അതുവഴി പോയിട്ട് അവിടെ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. നമുക്ക് അവിടേക്കല്ല പോകണ്ടേ, അവിടേക്ക് ഇപ്പോൾ പോയിട്ട് വലിയ ഗുണമൊന്നും കിട്ടാമില്ല. സെർച്ച് ചെയ്യാം ഗൈസ്. യെസ് ഗൈസ്, വിഞ്ച് ഹാൻഡിൽ കിട്ടിയിട്ട് നേരെ പ്ലേ ഹൗസ് ആ ഭാഗത്തേക്ക് പോയിട്ട് നേരെ വിഞ്ച് ഹാൻഡിൽ വെച്ച് കറക്കാം. കൊടുത്തല്ല ഗൈസ്. തള്ള പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ ആ തള്ളയുടെ വടിക്ക് അരയാൻ വേണ്ടി വരും. ഇവിടെ എന്തെങ്കിലും യെസ് ഗൈസ്, ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട്, ആവശ്യമുള്ള സാധനം ആകും. ഞാൻ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലാണ് ഗൈസ്. ഏതാ അതിരാ ഷോർട്ട് ഗൺ പീസ് പോലെ. ഇപ്പം തള്ളവിടെ എത്തും മിക്കവാറും. എടേ എന്തുവാടേ, ഇപ്പോൾ തള്ളവിടെ എത്തും ഗൈസ്. ബായോ അപ്പോൾ തള്ളവിടെ എത്തി. നമുക്കെന്തായാലും ഇവിടേക്ക് നേരെ പോയിട്ട് അവിടെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ തള്ള അവിടെ എത്തുമ്പോൾ നമുക്ക് നേരെ പോയി കറക്കാം. ഞാൻ മര്യാദയ്ക്ക് വന്നതാ, അറിയാണ്ട് അവിടെ ഇരിക്കുന്നൊരു ക്യാൻ തട്ടിയിട്ടു. അവിടെ നിൽക്കുക ആ സാധനം തട്ടി, ഇവിടെ ഈ സാധനം തട്ടിയിടാൻ പറ്റുന്ന. യെസ് ഗൈസ്, ഇപ്പോൾ ആ തള്ള ഇവിടെ എത്തും. തള്ള മിന്നൽ മുരളി പോലെ വരെ ഇവിടെ എത്തും. തള്ള ഇവിടെ എത്തുമായിരിക്കും. എത്തും. സൗണ്ട് കേട്ട് തന്നെ പിന്നെ തള്ളക്ക് എത്ര വയസ്സായാലും ചെവിയിലേക്ക് ഒരു ഇതില്ല. കണ്ണ് കാണില്ല, കാലൊടിഞ്ഞാലും സാരില്ല. അപ്പം എണ്ണും പിള്ളേടെ ചെവി കേൾക്കും വരുക. തള്ളച്ച് വരുന്നില്ല. യെസ്, തള്ളച്ച് വരുന്നുണ്ട്. നേരെ വിടാം നമുക്ക്. ഞാൻ പോവാ എത്തും. ഇപ്പത്തും എത്തി. നേരം കൊണ്ടേ വിഞ്ചാൻഡിൽ വെച്ച് കറക്കാം ഗൈസ്. എനിക്ക് ഒരു ഭാഗ്യം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പോൾ തള്ള വരും ഗൈസ്. എന്താണ് എന്ത് കിട്ടും? എന്താണ് എടാ എഞ്ചിൻ പാർട്ട് ആർക്ക് തിന്നാനത്? ആ തള്ളസിനെ മൂട്ടിക്കൊണ്ടയച്ച് പൊട്ടിക്കത് എന്തിനാടാ? നമുക്ക് പോവാം. അപ്പോൾ വിഞ്ച് ഹാൻഡിലുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതേ കാർ ബാറ്ററി. ഞാൻ എന്തോടാ കാർ സ്കേപ്പാണോ ചെയ്യണത്? ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ഷിയറാണ് ഗൈസ്, നമ്മൾ ഷിയർ സ്കേപ്പാണ്. അപ്പോൾ നേരെ ഇവിടുന്ന് ഇതുവഴി തന്നെ പോവാം, അതുവഴി കറങ്ങി അടിച്ച് പോകാം ഗൈസ്. നമുക്ക് ആദ്യം നേരെ ഇവിടെ കാർക്കി എടുക്കണം. കാർക്കി എടുക്കാം ഗൈസ്, അതാ നല്ലത്. കാർക്കി എടുത്തതിന് എന്തെങ്കിലും കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇപ്പോൾ തള്ള ഇവിടെ എത്തും. അതിന് മുമ്പ് കാർക്കി പോയി എടുക്കണം. ദേ വരുന്നു തള്ള. പെണ്ണും പിള്ളക്ക് ഭ്രാന്താ. ദേ അവിടെ റഞ്ചിരിക്കുന്നുണ്ട്. നമുക്കതുവഴി കറക്കാം. തള്ളേനെ കറക്കാം. തള്ള അവിടെ എത്തും. തള്ള പിന്നെ പണ്ടത്തെ മാരത്തോൺ റേസിൽ ഫസ്റ്റാലോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും തള്ള ഇവിടെ എത്തും. ഇപ്പോൾ അവരെ അന്തുരാ ആ സ്പാർക്ക് പ്ലഗ് മനസ്സിലായി. ഇവിടെ എന്തെങ്കിലും ഈ തള്ളനെ വിടാണ്ട് കുടിക്കണേ.
തള്ളനെ വിടാണ്ടിട്ട് ഓടി. അമ്മേ പോടേ. നമുക്കൊന്നും കൂടി ആ തള്ളേനെ എവിടേക്കേലും ഡിസ്ട്രാക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ അതെ ഇവിടെ കയറുക. കയറി ഇവിടെ കുത്തി കയറിയിരിക്കാൻ കഴിച്ച്. കാർക്കി ഒന്നും എടുക്കണമെന്നുണ്ട്, ഇവിടെ പറ്റുന്നില്ല കഴിച്ച്. ഈ തള്ള കാരണമാര് തള്ളച്ച് ശല്യത്തിനെ കൊണ്ട് എന്തൊരു കഷ്ടാടേ. നമുക്ക് എന്തൊരു പരിപാടിയാണ്. നമുക്ക് ഇതിവിടെ തള്ളിയിടാം. അപ്പോൾ ആ തള്ള അവിടെ എത്തും. തള്ള അവിടെ എത്തിക്കോട്ടെ, ദാറ്റ് ഈസ് നല്ല കാര്യം. ഇപ്പോൾ ഈ തള്ള ഇവിടെ എന്തായാലും എത്തും. അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങി പടച്ചു പോവാം. എന്നിട്ട് നേരെ വീട്ടൊക്കെ ആർക്കി എടുക്കുക, തുറക്കുക. തള്ള വരുന്നില്ലല്ലോ. നമുക്ക് എന്തായാലും കയറി കൊടുക്കാം, അതാ നല്ലത്. നമുക്ക് നേരെ മുകളിക്കോട്ടാം. അപ്പോൾ ആ തള്ള ഇവിടെ എത്തും. അവിടെ പെട്ടെന്ന് പെട്ടെന്ന് തള്ള എവിടെയെങ്കിലും ആവുമല്ലോ. ഇപ്പം തള്ള അവിടെ എത്തും. നമുക്ക് നേരെ പോകണം കാറിൻ്റെ അടുത്ത്. കാർക്കി യെസ് ഗൈസ്, കാർക്കി എടുത്തു. പൊക്കാം എൻ്റെ പൊന്നെ. യെസ്, വെപ്പൺ കീ. ദാറ്റ് ഈസ് മൈ പവർ. വെപ്പൺ കീ. അതെ, വെപ്പൺ കീ ഗൈസ്. ഇനി തള്ളച്ചീനെ അടിച്ചു മയക്കാം. തള്ളച്ചീനെ നമുക്ക് ഒരു നീണ്ട യാത്രയ്ക്ക് പറഞ്ഞിട്ട് വരാം. വെപ്പൺ കിട്ടുന്നതിന് മുമ്പ് ഒരു അടിയും കൂടി കിട്ടിക്കുന്ന സുഖം. ഗൈസ്, ഇതിനോട് ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു എനിക്ക്. ഒരു വട്ടം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോയി ചത്തുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ ഇടയിൽ പോയിട്ട് ചത്തുണ്ടായിരുന്നു. ഇപ്പോൾ വരും തള്ളവിടെ. തള്ളച്ചി വരുന്നില്ല ഗുയിസ്. ഡ്രോപ്പ് ചെയ്തെടുത്താലോ? ഷൂരണു ബാ തള്ളേ. തള്ളച്ചിപ്പോൾ ഇവിടെ എത്തി. ബാ തള്ളേ. അമ്മേ അയ്യോ ചത്തോ. പോതള്ളേ. അതെ, അയ്യോ ശല്യം. ഇതാ അതിൻ്റെ മുകളിൽ വീണു അനിയിടില്ല. അവിടെ മാറിപ്പോ തള്ളച്ചി. നമുക്ക് ഇനി ആരെ പോയിട്ടൊരു പരിപാടിയാം. ആ മുകളിൽ അവിടെ എന്തോ ഇരിക്കുന്നുണ്ട്, ഞാൻ കണ്ടു. അത് നമുക്ക് എടുക്കാം. അതെ സുഗു ഡ്രൈവർ. അതേ സുഗു ഡ്രൈവർ കിട്ടി. സുഗു ഡ്രൈവർ എടുത്തു. നേരെ പോവുക. സുഗു ഡ്രൈവർ എടുത്തിട്ട് അവിടെ സുഗു ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. സുഗു ഡ്രൈവർ ഓൺ ഫയർ. എന്താണ് ഗൈസ്? സേഫ് കിട്ടി ഗൈസ്. നേരെ പോവാം. സേഫ് വർക്ക് ഗൈസ്. അതെ, ചെയിൻ കട്ടർ കിട്ടി. ഇതാവശ്യമുണ്ട് നമുക്ക്. ചെയിൻ കട്ടർ ആവശ്യമുണ്ട് അവിടെ അല്ലേ. ഇനി നമുക്ക് എന്തായാലും ആവശ്യം സ്പൈഡർക്ക് ആവശ്യമുണ്ട്. ബുക്ക് എവിടെയാണ്? എവിടെയാണോ എനിക്ക് അറിയില്ല. ബുക്ക് എവിടെയാണ് ഗൈസ്? തള്ള ഇപ്പോൾ ഇവിടെ എത്തും, അതുറപ്പ്. എനിക്ക് വയ്യ അവിടേക്ക് പോയി റിസ്ക് എടുക്കാൻ. തള്ള ഇവിടെ എത്തിയിട്ട് നമുക്ക് തള്ളേനെ കറക്കിയിട്ട് പോവാം. തള്ള എന്തായാലും ഇവിടെ എത്തും, അതുറപ്പാണ്. തള്ള ഇവിടെ എത്തൂലോ. വാ ഇവിടെ എത്തും. ഇനി എന്തായാലും എത്തും. തള്ള എന്തായാലും എണീറ്റുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് വലിയ ഇതൊന്നുമില്ല. തള്ളേ അതേ വന്ന് ഞാൻ പറഞ്ഞു. വാ സുഖം തരാം. തള്ള വാ. അതേ വരുന്നു. വെടി കൊണ്ട പോലെ പറഞ്ഞ അതേ ബുക്ക്. ബാ നമുക്ക് നേരെ ഇനി ബുക്ക് എടുത്തിട്ട് മുകളിൽ കൊണ്ട് വെക്കണം. ഇപ്പം വയ്ക്കാൻ നല്ലൊരു ടൈമാണ്. അയ്യോ തള്ള വരും. അമ്മ വരുന്നേ. തള്ള ഇപ്പോൾ എടുത്തുട്ടോ. ഇവിടെ തള്ള. അമ്മേ തള്ളച്ച് പിന്നിലാണ് ഗായ്സ്. ഈശ്വര ദേ വരുന്ന വെടിയുണ്ട പോലെ. നേരെ പോവാം. വെപ്പണെടുക്കാം. വരട്ടെ ഇവിടെ. തള്ള ഇവിടെ വരുന്നില്ല.
നേരെ പോയിട്ട് ആ വെടി ഉണ്ടാവാൻ നേരെ വിടുക വണ്ടി. അത് നേരെ പോയിട്ട് അതെ വെപ്പൺ എടുക്കണം. വെപ്പൺ ബാ ബാ ബാ. തള്ളാനെ വിളിച്ചു വരുത്താൻ ഗൈസ്. ഇനി എന്തായാലും വരും. ബാ ബാ, എനിക്ക് ഞാൻ ഒരു സമ്മാനം തരാം. ബാ ബാ ബാ, നെഞ്ചിലേക്ക് തന്നെ സമ്മാനം തരാം. എടാ തള്ള വിടറാ. അതെ വരുന്നേ അമ്മേ. പോടേ, പേടിപ്പിക്കാൻ വേണ്ടി. അതേ ഇങ്ങോട്ട് കുറച്ച് നീക്കി എടുത്തിട്ടെ. ഇനി സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഇനി ഹോയ്. ജസ്റ്റ് ഉമ്മേ. നേരെ പോകണം. ഇനി നേരെ നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടാണ് ആവശ്യം. നേരെ പോവുക. ഇനി ഏറ്റവും അടിയിൽ പോയിട്ട് ഇരുപടിൻ്റെ ഇനി നേരെ അടിയിൽ പോയിട്ട് ഞാൻ എന്തിനും ഓടിക്ക് വന്നാ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അതേ കോഗ് വീല് ഗൈസ്. ആവശ്യമുണ്ട്. അല്ല കോഗ് വീലല്ല, സോറി, വീൽ ക്രാങ്ക് ഗൈസ്. എനിക്ക് എപ്പോഴും തെറ്റും കോഗ് വീലും വീൽ ക്രാങ്ക്. രണ്ടിലും ഒരു വീലുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ? ഇത് രണ്ടും കിട്ടി. ഇനി നേരെ പോകണം. ഇനി നേരെ പോയിട്ട് എന്ത് വേണമെന്ന് അറിയോ? നമുക്കൊരു എക്സ്ട്രാ ഡേ ലൈഫ് വെക്കാടേ. എനിക്കത് ധൈര്യം ഇല്ലല്ലേ. അല്ലെങ്കിൽ ഒരു വട്ടം ചത്തേനാലും ഞാനാണെങ്കിൽ എപ്പോൾ കളിച്ചാലും പൊട്ടണ കളിയാണ്. അത്രയ്ക്ക് ഇതില്ല, വിശ്വാസമില്ല. അയ്യോ, ഇനി ഇവിടുന്ന് കഷ്ണം ഉണ്ടാക്കും. അടുക്കളയിൽ പോയിട്ട് തപ്പാൻ കഴിച്ച്. ആദ്യം ഒരു ബത്തക്ക ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ, ബത്തക്ക ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക? അതേ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഗൈസ് ബത്തക്ക പറയാ? ഞാൻ ബത്തക്ക അല്ല, ഞാനൊക്കെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾ തണ്ണിമത്തന്നാണ് പറയുക. ഞാൻ ജസ്റ്റ് ഒന്ന് ബത്തക്ക ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അയ്യോ, ഇനി ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കും പീസ്? കുറേ ആയി. നേരെ പോവുക. ഇവിടെ നമുക്ക് ഇതുവഴി ഓടാം. ഇവിടെ എനിക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സ്ഥലത്തെന്ന് പറയുമ്പോൾ ഈ വഴി ഇവിടെ പറയാണ്ടോ. ഇവിടെ ഉണ്ടല്ലോ. അവിടെ ഇല്ല. എവിടെ ഉണ്ടാവില്ല. എനിക്കൊന്നും തരില്ലല്ലോ. ജാതി ഏറ്റെടുത്ത പരിപാടി. ഇവിടെ തുറക്കാം കേസ്. ടെഡിയാ? ആർക്ക് തിന്നാനാ? ഇതോടെ നമുക്കെന്തായാലും അടിയിൽ പോയാലോ. എനിക്ക് ഇനി ഹാമർ വേണം. അതാണെങ്കിൽ നമുക്ക് അടിയിൽ പോവാൻ വേണം. നമുക്ക് നേരെ പോയിട്ട് ആ ചെയിൻ കട്ട് ചെയ്തതാണ് കേസ്. അതാ നല്ലത്. ആ ചെയിൻ നേരെ പോയി കട്ട് ചെയ്തതാ. ആദ്യം നേരെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്പൈഡർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് മേടിക്കണം. ഇപ്പം ആ തള്ള ഇവിടെ എത്തും. അപ്പം നമുക്ക് നേരെ പോവാ. അവിടെ സ്പൈഡർക്ക് എടുക്കാം. തള്ള ഇവിടെ എത്തട്ടെ, പെട്ടെന്ന് എത്തുമോ? തള്ള ഇവിടെ പൊന്നു തള്ള ചത്ത ജന്തുവിനെയാ ഒരു ജാതി മറ്റടുത്ത് താനാ. അപ്പം നമുക്ക് ആദ്യം കൊണ്ട് സ്പൈഡർക്ക് വെച്ചാൽ തുറക്കാം. അതാണ് നല്ലത്. അതാണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്. യെസ് 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 കേസ്. ഞാൻ തള്ളച്ചി പോയതിന് വഴി വരും ഉറപ്പ്. അയ്യോ, ഞാൻ ഉണ്ടെടുത്തില്ല. അയ്യോ, എനിക്കുള്ള ധൈര്യമില്ല. അവിടെ തള്ള വരും. ഇപ്പോൾ ദേ വരുന്നു വനമാല. കയ്യിൽ ഉണ്ടയില്ലാത്ത തോക്കും പിടിച്ച് ഞാൻ തോക്കില് ഉണ്ടല്ലാത്ത തോക്ക് പിടിച്ച് ഞാൻ. എടാ എന്നെ കൊണ്ടുപോയില്ലടാ ഗൂസ്. എന്നെ കൊണ്ടുപോയിട്ടില്ല. അമ്മേ, ഉയ്യോ, എൻ്റെ ഞെട്ടി. എൻ്റെ രോമാഞ്ച കുഞ്ചിതനായ ഞാൻ. ഷിമ്മി, എന്നെ കൊല്ലല പെണ്ണും പിള്ളേ. ബാ പോ പരലോകത്തേക്ക് പോ. ജന്തു കൊല്ലാൻ വേണ്ടി വന്നോളും. ആദ്യം ചെയിൻ കട്ടർ എടുക്കുക, നേരെ പോവുക. എന്നിട്ട് എനിക്കിപ്പോഴും അറിയില്ല ആ അണ്ടർഗ്രൗണ്ടിലത്തെ വഴി. ഇത്രയും നാളായിട്ടും ഞാൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് കുറേ നാളായി. എന്നിട്ടും എനിക്ക് ഇത്രയും നാളായിട്ട് അറിയില്ല അവിടുത്തെ വഴി. അത്രയ്ക്കും ദരിദ്രൻ. എടാ ഇതൻ നൈസ്. ഞാൻ ഒന്നും എടുക്കാണ്ട് പോകുന്നു. വന്നുണ്ടാവും തള്ള, എന്തായാലും വന്നുണ്ടാവും. തള്ള അങ്ങനത്തെ ഒരു കയ്യിലെടുക്കുക, നേരെ പോവുക. ഇനി എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ? ഹാമർ വേണം ഗൈസ്. ഹാമർ ഒരു മെയിൻ സാധനമാണ്. ഹാമർ വേണം, മറ്റേ മെയിൻ കീ വേണം, കുറേ സാധനങ്ങൾ വേണം.
ഷൂ മേനിക്ക് ഇനി എവിടെ ഞാൻ കണ്ടിട്ട് പോലുമില്ല മേനിക്ക് ഇവിടെ. അശ്ശൂ ഞാൻ പിന്നെ ആഹാരം എടുത്ത് വീൽ ക്രാങ്ക് എടുത്തിട്ടില്ല. പിന്നെയും പോണം. ഇതെന്തുവാടേ എന്തൊരു ജാതി മറ്റേടത്ത് വരടേ. യെസ് ഗൈസ്, ഈ വട്ടം ഞാൻ വീൽ ക്രാങ്ക് എടുത്തില്ല. ഞാൻ പറയും ഇത്രയും വലിയ ദുരന്തി ലോകത്തില്ലെന്ന്. ഞാൻ നേരത്തെ വന്നാല തന്നെ ഗൈസ്. എനിക്ക് ഉറപ്പാ ഈ വർഷം ഞാൻ എന്തായാലും ഈ 2024 എന്തായാലും ഒരു ദുരന്തത്തിനുള്ള അവാർഡ് വാങ്ങിച്ചിരിക്കും ഗൈസ്, ഉറപ്പ്. അയ്യോ മറ്റേ ഇതവിടെ ചെയിൻ കട്ടർ അവിടെ ഉണ്ട്. ആദ്യം വീൽ ക്രാങ്ക് വാങ്ങാൻ അവിടെ വെക്കണം. ഇപ്പോൾ ഒരു ഗൈസ്, ഇപ്പോൾ അവസാനം നമ്മളെ വന്ന് പേടിപ്പിച്ചിട്ട് പോകും. അങ്ങടാ പടച്ചോടണം, ഇവിടെ ഓടണം അങ്ങോട്ട്. വീൽ ക്രാങ്ക് വെക്കണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വാഴസാനം. എന്നിട്ട് വീൽ ക്രാങ്ക് വെച്ചു. എന്നിട്ട് നേരെ ഓടണോ വേണ്ടയോ? അവിടെ എന്തോ ഇരിക്കണ്ടേ ഗൈസ്? അതെ ഹാമർ. എടാ എന്താ? അയ്യോ ദേ ഇരിക്കണേ. ഒന്ന് പോവാഴേ. പോണില്ല ഗൈസ്, അത് പോണില്ല. ആ ശല്യം പോണില്ല ഗൈസ് ഇവിടുന്ന്. പോയോ? അതെവിടേക്കോ ഞാൻ കേൾക്കുന്നു. അത് നടക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നു ഗൈസ്. ഹൊയ് അതെ, അതവിടേക്ക് പോയിട്ടുണ്ട് ഗൈസ്. നേരെ സ്കൂട്ടായിട്ട് പോകും. യെസ് ഗൈസ്, ഹാമർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഹാമർ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഡ്രോപ്പ് ചെയ്യണ്ട ഗൈസ്. ദാറ്റ് ഈസ് നോട്ട് സേഫ്. അവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. അങ്ങോട്ട് പോകും. ഹാമർ അവിടെ കിടക്കട്ടെ. തള്ള എന്തായാലും അവിടെ വരും. അവിടെ വന്നാൽ എനിക്കെന്താ? നമുക്ക് ചെയിൻ കട്ടർ എടുത്തിട്ട് കൊണ്ട് ചെയിൻ കട്ട് ചെയ്തതാണ് ഗൈസ്. ചെയിൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇട്ടിട്ട് പോയാൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ചെയിൻ കട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ദേ നിൽക്കണ് വനമാല. സ്കേറി ഗൈസ്. നേരെ പോവുക, ചെയിൻ കട്ട് ചെയ്തിടുക, നേരെ തിരിച്ചു പോവുക. അയ്യോ അതങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല അങ്ങോട്ടല്ല. അയ്യോ എനിക്ക് എങ്ങോട്ടാ പോകണ്ടേ? നീ ഗൈസ് ഇതിപ്പോൾ ഇവിടെ എത്തും മിക്കവാറും. ഒന്നെങ്കിൽ ഇവിടെ എത്തും. ആദ്യം ഇവിടെ എത്തിട്ടെ. എൻ്റെ പൊന്നുമോന്. ഓ ഗൈസ് പോകണില്ല. കാണാനില്ല എന്നെ. വലിയ കാര്യം ഇവിടെ എന്നെ ഒന്ന് വിടറാ വായേ. ഇവിടെ വരും ഗൈസ്. അത് പോണം അങ്ങോട്ടെങ്കിലും. അത് പോണ വഴി നമുക്ക് ചാടണം. എങ്ങോട്ടതിപ്പോൾ പോയേക്കണേ? ഹയ്യ എനിക്ക് പേടിയാ ഗൈസ് അതിൻ്റെ അടുത്തേക്ക് പോവാൻ. ജന്തു അത്. നമുക്ക് നേരെ ഇങ്ങോട്ട് ഓടിയാലോ? അങ്ങോട്ട് ഓടിയാൽ ലിഫ്റ്റ് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഉണ്ടാവും. എനിക്കറിയില്ല ഞാൻ ആവശ്യമുണ്ടെങ്കിലോ. അതെവിടേക്കോ പോയി കോടാൻ ഗൈസ് അങ്ങോട്ട്. അതേ വരുന്നുണ്ട് പിന്നാലെ വെടിയുണ്ട പോലെ. അത് വരുന്നുണ്ട് ഗൈസ്. വലിയ കാര്യം. വാ അതുവഴി കറങ്ങിയാ. അത് ഇതുവഴി വരും. നമുക്ക് ഇതുവഴി ഇറങ്ങി ഓടണം ഗൈസ്. ഓടാൻ ഗൈസ്. ഇറങ്ങി ഓടിക്കോ ഒരു തള്ളിക്കോ. കാര്യം എടാ വാഴട ഞാൻ അതെവിടെ പറഞ്ഞോടൂ. ഡേ 3 എന്തുവാടേ എൻ്റെ സാധനം അവിടെ ഉണ്ട്. സാരല്ല, ഇത് ചെയ്യാൻ കിട്ടിയിട്ടില്ലേ. തള്ള എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്തായാലും. നേരെ ഹാമർ കിട്ടി. ഈ സാധനം എടുക്കണം. എൻ്റെ ബോണറ്റൊക്കെ എവിടെയാണോ? ഈ തള്ള ഇപ്പം എന്തായാലും ഇവിടെ എത്തും. അത് ഉറപ്പാ. എന്നെ താഴെടണം, മണ്ണിട്ട് എടുക്കണം. അപ്പോൾ തള്ള ഇവിടെ എത്തും. അപ്പോൾ തള്ളേനെ കറക്കിയിട്ട് നേരെ മുകളിലേക്ക് വിടുക. ആ സ്പൈഡർ റൂം, ആ സ്പെഷ്യൽ റൂമില്ലേ അവിടേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ പ്ലാങ്ക് വിളിക്കണം. തള്ള വന്നു
തള്ള വന്നു വലിയ വലിയ പോതള്ളേ ദേ വരുന്നു കാലമാടല്ല മടത്തി കാലമാടത്തി ഒന്നും പറയാനില്ല, അത്രയ്ക്ക് വലിയ ദുരന്തം. ദേ നമ്മൾ പോകുന്നു, എവിടേക്കോ പോകുന്നുണ്ട്. എന്നാ ഒരു പിടിയില്ല. അതെ ഒന്നുമില്ല കൈസ് അവിടെ ഒന്നും. കൈസ് അവിടെ ഗ്യാസിൽ തന്നെ കണ്ടിരിക്കണത്. പിന്നെന്തിനാ അവിടെ കോകുയിലും ഗ്യാസിലും കണ്ടിരിക്കണേ ഞാൻ കണ്ടായിരുന്നു. അപ്പം അത് രണ്ടിൻ്റെ ആവശ്യമില്ല നമുക്ക്. ദേ വരുന്നു വാഴ. നമുക്ക് നേരെ താഴേക്ക് വിടാം. എങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കൈസ്? നേരെ താഴെ കൊണ്ട് നമുക്ക് മറ്റേ ആ റൂമില്ലേ, ആ റൂം കൈസ്, അവിടെ ഉള്ളി കയറി അങ്ങോട്ട് മാറട വാഴേ. എന്താണ് ഗൈസ്? യെസ് ഗൈസ്, എനിക്ക് 3 സാധനങ്ങൾ കിട്ടി ഗൈസ്. അവിടേക്ക് വേണ്ട വുഡൻസിക്ക് നിങ്ങൾക്കറിയില്ല ഇത് എന്തിനാണെന്ന് ചിലവർക്ക് അറിയണ്ടാവില്ല ഗൈസ്. നമ്മുടെ ആ ഷിവറിൻ്റെ ആ സാധനത്തിൽ ഇരിക്കണ ഈ സ്റ്റിക്ക് വേണം. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി അതൊന്ന് വെച്ചാൽ മതി കൊണ്ടുപോയി. ആ ശല്യം തള്ള ഞാൻ പറഞ്ഞ യൂസ് അപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താ പറയുക ഗൈസ്, ബേർഡ് സീഡ് വേണം. ബേർഡ് സീഡ് വേണമെങ്കിൽ വരുന്നു വെടിയുണ്ട പോലെ തള്ള പെണ്ണും പിള്ളേനെ തല്ലടിച്ച് വിളിക്കാറായിട്ട്. തള്ള ഇനി പൂല വയസ്സ് ഒരു സ്വഭാവം അതിൻ്റെ എനിക്ക് കഴിച്ച് പൂല ഉണ്ടാകാൻ നിൽക്കും. ഇതേ പോണേ തള്ള പോട്ടെ നേരെ പോയിട്ട് വെപ്പൺ എടുക്കാം. വേണ്ട അടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അവിടെ ആവശ്യമുള്ള എന്തെങ്കിലും എടുക്കാം. ഈ മീറ്റ് വേണം കഴിച്ച്, ആവശ്യം വരും മീറ്റ് എന്തായാലും. ഇപ്പം എന്തായാലും തള്ള താഴെയാണെങ്കിൽ താഴെ, മുകളിലാണെങ്കിൽ മുകളിൽ, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും തള്ള. ഇനി നേരെ പോയിട്ട് നമുക്ക് വെപ്പൺ എടുത്തിട്ട് വരാം. വെപ്പൺ ഇല്ലാണ്ട് കാര്യം നടക്കൂല കൈസ്. ഈ സാധനം വേണം കൈസ്, ഇതും വേണം ഗൈസ്. നേരെ പോവാ മീറ്റ് എടുക്കുക. എന്നിട്ട് കിട്ടണ സാധനം എടുക്കും. മീറ്റ് എവിടെ നിന്ന് കിട്ടും? ഇനി മീറ്റ് കിട്ടാനാ പണി. മീറ്റ് ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാത്തത്. അങ്ങോട്ട് മീറ്റ് വേണ്ടി എന്തിനാ ഇനി മീറ്റിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മീറ്റ് എടുത്തിട്ട് ആവശ്യമില്ലെങ്കിൽ തലയുടെ ജോലി ഞാൻ ഒരു ജാതി അവസ്ഥയാണ്. ഇനി ബേർഡ് സീഡും കൂടി കിട്ടിയാൽ മതി, കളി കഴിയും. ഇനി അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം വൈസ്. അതിൻ്റെ ഉള്ളിൽ എന്താ? യെസ് ഗൈസ്, മീറ്റ് നേരെ അതിൻ്റെ മുകളിലേക്ക് അടിക്കണം, ഇവിടെ അടിക്കണം. യെസ് ഗൈസ്, പാൽ തുറന്നു. നമുക്കൊരു പരിപാടി ചെയ്യാം, ജസ്റ്റ് ഒന്ന് തള്ളാനെ നോക്കാം. ബാ തള്ളാനെ മുന്നോട്ട് ഡ്രോപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ആ തള്ള ഇവിടെ എത്തും. എന്തായാലും നമുക്ക് തള്ളാനെ ഒന്ന് ഫ്രീസാക്കിയിട്ട് പോകുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാവും ഗൈസ്. തള്ള അമ്മേ ബാബാ നല്ല സോണ്ടി തള്ളക്ക് സോണ്ടി. ഇത് കണ്ട ചിരി തന്നെ തള്ള. പൊട്ടിയാലും ഒരു വലിയ ശല്യമാണ് തള്ള. പോ അങ്ങോട്ട് നീങ്ങ്. തള്ളയുടെ കഷ്ണത്തിന് എന്ത് പവറാ തള്ള. തള്ള വേണ്ട. നമുക്ക് നേരെ പോയിട്ടേ മീറ്റ് ഇപ്പോൾ നമുക്ക് ആ സ്പെഷ്യലിക്ക് വേണ്ട. അതിന് സ്പെഷ്യലിക്ക് ഓർമ്മയുണ്ട്. മറ്റേ കാറിലേക്ക് ആ ഗ്യാരേജിൻ്റെ അവിടെ, ഗ്യാരേജല്ല കാറിൻ്റെ അവിടെ സ്ഥലത്ത് നേരെ പോവാം. മീറ്റ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് ബാക്കി അതും കൂടെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ മീറ്റിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും ഗൈസ്. എനിക്ക് തോന്നുന്നുണ്ട് അവിടെ നിന്ന് ബേർഡ് സീഡ് കിട്ടുമെന്ന്. കാരണം അവിടെ നിന്ന് അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ ഒരു റൂമില്ലേ, അവിടെ നിന്ന് മാത്രമേ ബേർഡ് സീഡ് സാറിന് കിട്ടാറുള്ളൂ. വെക്കാം എന്തിനാ വെറുതെ അത്ര പേടിക്കണേ. മീറ്റ് എടുക്കുക. അപ്പോൾ എനിക്ക് പേടിയാകാണ് അതിനെ. പോവാം. ഇനി നമുക്ക് ഓടിത്തള്ളുക. നെക്സ്റ്റ് കേസ് വരുന്നു. പെട്ടെന്ന് അതെ ഞാൻ പറഞ്ഞില്ലേ ബേർഡ് സീഡ് മതി. നമ്മൾ കളി കഴിഞ്ഞു. കളി ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. തള്ള ഇവിടെ എത്തും. തള്ളാനെ ഇവിടെ എത്തിക്കും ഞാൻ. അതാണ് മാന്യത. നേരെ പൊളഞ്ഞ് തള്ളേനെ ഇവിടെ എത്തിച്ച് കഴിഞ്ഞാൽ നേരെ താഴെ പോവുക, ബേർഡ് സീഡ് എടുക്കുക, സാധനം എടുക്കുക, ഷെവറിക്ക് വിടുക. അത് തന്നെ കളി കഴിഞ്ഞു. പിന്നെ വുഡൻ സ്റ്റിക്ക് എടുത്തില്ലേ, മറക്കും ഞാൻ. അതേ വരുന്നതള്ള ബാധല്ലേ. ടൈം കളയല്ലേ വാഴ ടൈം കളയാൻ നിൽക്കണ്.
നേരെ പോവുക, എന്നിട്ട് മാസ് കാണിക്കുക, എന്നിട്ട് അത് കൊണ്ടുവരിക, എന്നിട്ട് താഴേക്ക് ഇടുക. കൂടി പണി കൊടുക്കുന്ന ഒരാഗ്രഹം. ഈ സാധനം അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ തള്ള എന്തായാലും ഇവിടെ എത്തും. അടിച്ച് മയക്കാം, തള്ളാനെ അടിച്ച് മയക്കാം. അതാ നല്ലത്. ബാ തള്ളേ, തള്ളച്ച് വാ. ശല്യം, മനുഷ്യനെ അടിച്ച് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ ഇടണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പട്ടങ്ങ ഒന്നും നോക്കില്ല. തള്ള ഇവിടെ എത്തിയാൽ മതി. ഒന്ന് വരുന്നു. ആ വന്നു. പോ 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 മാറിയിരി അങ്ങ്. എന്തുവാടത്? ഗോൺ ഫോർ 1 മിനിറ്റാ? എന്തൊരു പാട്ടാ? ടേട്ടേട്ടേട്ട് നമുക്ക് അത് നേരെ കൊണ്ടിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് അടുത്ത ഐറ്റം വരിക, എന്നിട്ട് അവിടെ ഇടുക, തള്ളാനടിച്ച് മയക്കുക. അത് പിന്നെ നമ്മുടെ ഹോബി, തള്ളാനടിച്ച് മയക്കൽ. ഏത്? അതന്നെ, തള്ളാനടിച്ച് മയക്കൽ. അത് നമ്മുടെ സ്ഥിരം പരിപാടി. എന്നുവെച്ചാൽ അതിൻ്റെ കിട്ടുന്ന ആശ്വാസം അതിപ്പോൾ എത്ര വലിയ കാര്യം. നമ്മളിപ്പോൾ റൊണാൾഡോനെ കണ്ടു എന്ന് പറഞ്ഞാൽ പോലും അത്ര വലിയൊരു ആശ്വാസം എനിക്ക് കിട്ടില്ല. തള്ളച്ചാനടിച്ച് മയക്കണം, അതൊരു വലിയൊരു കാര്യമാണ്. ഇതിനകത്ത് ഒരു 1% ആൾക്കാർക്ക് മാത്രമേ ആ സന്തോഷം കിട്ടിയെന്ന് തരുള്ളൂ. അതാണ് ആ സന്തോഷത്തിൻ്റെ പേര്. ഈശ്വര, തള്ള ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാവും തള്ള, ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പ് പറയാം, തള്ള ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ പേര് ഡാഷ്. നമുക്ക് പോവാൻ സാധനം പൊക്കി ഇടുക. ഹാമറ അല്ല, പോടേ. ഊക്കാൻ നോക്കും ഒരു തള്ളുക, എന്നിട്ട് നേരെ പോവാ. മറ്റേ ഫ്രീസില്ലേ, ഫ്രീസ് വെക്കണ്ട. അല്ലെങ്കിൽ നേരെ തള്ളാനടിച്ചു മയക്കല്ല പരിപാടിയിലോ. അപ്പം തള്ളകളൊന്നും കൂടി എത്തും. അപ്പം തള്ളാനെ ഒന്നുകൂടി അടിച്ചു മയക്കും. അതാണ് നമ്മുടെ സ്ഥിരം ഹോബി. ഏത് ഹോബി കളയാൻ മാറ്റാൻ പാടില്ല ഹോബികളൊന്നും. അതാണ് മാന്യത. അപ്പം തള്ള വന്നു കഴിഞ്ഞാൽ ഞാൻ ഊക്കാൻ കൊണ്ട് അടിച്ചു പൊളിക്കും ഞാൻ തള്ളയുടെ. അയ്യോ എൻ്റെ വാ തള്ളേ, ലേറ്റ് ആക്കല. എൻ്റെ ടൈം കളയുന്നു തള്ള. തള്ളച്ചൻ്റെ ടൈം കളയാൻ. കം 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 തള്ളേ. തള്ളച്ച് വരുന്നില്ലല്ലോ. അതേ വരുന്നു. അമ്മേ പോ 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 പോ. ഫുഡ് ആൻഡ് സ്റ്റിക്ക് കൂടെ എടുത്തിട്ട് ആകുമ്പോൾ അപ്പോൾ ബൈ തള്ള. എന്നെ ബൈ. ഈ ഒരു ദരിദ്രവാസിൻ്റെ അവിടെ അവനെ കൂടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ്ഡ് പോയി. ഇവൻ്റെ കാലുടിയാണ്ട് ഇവൻ ജന്മത്തിൽ ഇവിടുന്ന് എസ്കേപ്പ് ആവില്ല. ഞാൻ പറയുക ഒരു ജാതി. അതെന്ത് ഹരിമ്പാത അത് കൈ പിടിക്കാം. ഇത് നമുക്ക് താഴെക്കിടാം. ഡ്രോപ്പ്. അത് നേരെ പോവും. നമുക്ക് നേരെ പോവാം. ഇവിടെ ഒരു കഴിവേറി ഉണ്ട് ഇവിടെ. അവനെ തീർക്കണം ഗൈസ്. ഒരു ഡാവുണ്ട് അവൻ. ഇവിടെ ഒരു ഡാവുണ്ട്. ലവനെ സൂക്ഷിക്കണം. ലവൻ ഒരു ജാതി ടറ. ലവൻ ടറാടാവ്. അവനെ പേടി അറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു മുക്കിന്ന് ഇറങ്ങി ഇവിടെ എത്തും. നേരെ പോവുക. ഇവിടെ എത്തി ഞാൻ. വുഡൻ സ്റ്റിക്ക് വെച്ചു. അപ്പം എന്താ? യെസ് ഗൈസ് ആ കീയും കൂടി കിട്ടിയാൽ നമ്മളെ സ്കേപ്പായി. ആ കീ അവിടെ ഞാൻ ഇട്ടുണ്ട്. പ്ലൊക്കം ഒന്ന് വാഴ എന്താ ഇങ്ങനെ. നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ കറങ്ങിയിട്ട് ഗൈസ്. അതല്ല അത് അങ്ങോട്ട് പോകണം. നമുക്കതിന് ഇവിടെ എത്തിക്കണം എങ്ങനെയാലും. എന്നിട്ട് അതിപ്പോൾ എന്തായാലും ഇവിടെ എത്തും. ഉറപ്പ്. അതവിടെ നിൽക്കട്ടെ. അതെവിടെ? അതിനെ കാണാനില്ല ഗൈസ്. പ്ലൊക്കം. എടാ അതിനെ കാണാനില്ല ഗൈസ്. അതിനെ കാണണം. ആവശ്യത്തൊന്നും കാണില്ല ജന്തു. എടാ വാടെ എങ്ങോട്ട്? കന്നെ പിടിക്കണ്ടേ? വാ. വരുന്നില്ല ഗുയിസ, വരുന്നില്ല സാധനം. അതിന് വട്ട് പിടിച്ച എന്നെ വേണ്ടാണ്ടായി. അതിനെന്നെ നോമിനെ വേണ്ട. അതിന് വേണ്ടാണ്ടായി എന്നെ. എടാ ഗൈസ് അതിനെ കാണാനില്ല ഗൈസ്. ഗൈസ് അതിനെ കാണാനില്ല.
ലോഡല്ല. എന്ത് അതെന്ത് അതെവിടുത്തെ കളിയാ? എന്നെ പിടിച്ച് ഞാനതിൻ്റെ ഉള്ളിലാ നിന്നെ. എന്തുവാടെ, എന്തൊരു ബഗ്ഗാണ് അതൊക്കെ. സാരല്ല, ഞാൻ എസ്കേപ്പായി കാണിക്കാം. ഞാൻ മേൽക്ക് ഒന്ന് വെച്ച് കിട്ടിക്കഴിഞ്ഞ നമ്മൾ എസ്കേപ്പായി. അയ്യോ അയ്യോ വഴി അവിടെ. യെസ് ദിസ് ഗൈസ് വി ആർ ഗോയിങ് ടു മെയിൻ കീ വെക്കലു. നൈസ്. അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോവാഴേ. അവിടെ നിൽക്കട്ടെ. എവിടെ വാടാ ഷാജി. എന്തോ അങ്ങോട്ട് പോണു ഗൈസ്. ഇവിടെ വന്നാലോ? ഇവിടെ വന്നാൽ പിടിക്കൂ. എനിക്ക് പേടിയേനെ. ഒറ്റ വരല്. ഇതെവിടേക്കോ പോവാ ചാച്ചി. അവിടേക്കോ അത് മിക്കവാറും നമ്മുടെ വഴിയിലേക്കായിരിക്കും അത് പോയിണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എസ്കേപ്പായി ഗൈസ്. അപ്പോൾ അങ്ങോട്ട് തള്ളി നീരുന്നേ. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ദിസ് ഈസ് ദ ടൈം ടു എസ്കേപ്പ്. തുറന്നു. എനിവേ എല്ലാവർക്കും ബൈ. യെസ് ഗൈസ്, ബാ നമുക്ക് പോവാം. എസ്കേപ്ഡ് ഗൈസ്. അച്ചോടാ ഞാൻ പോയിടാ. ഞാൻ പോച്ചി. നോക്കിയിട്ട് കാര്യമില്ല. പോ. എന്നെ വലിയ പിടിച്ചു. പേടിക്കല്ലേ മോന്. പല്ലുവേനുണ്ടെന്ന് മനസ്സിലായി. പല്ലുവേനയുടെ അസുഖം ഞാൻ മാറ്റി തരാം. അടുത്തോട്ടെ പിന്നെ പോ. ദി എൻഡ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.